സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. വൈഷ്ണവി അല്ലിമയെ അകത്തേക്ക് ക്ഷണിച്ചു. ഇങ്ങോട്ട് കയറി വാ. അല്ലിമ പക്ഷേ ആശ്വാസത്തിലായിരുന്നില്ല. ഒന്നിച്ച് 100 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിട്ട് അതിലാദ്യം ഏത് ചോദിക്കും എന്നറിയാതെ വല്ലാത്തൊരു തിക്കുമുട്ടലിലായിരുന്നു അവൾ. ഇന്ന് മോർണിംഗ് വാക്കിനൊന്നും പോയില്ലേ? അല്ലിമ അകത്തേക്ക് വരുന്നില്ലെന്ന് കണ്ട് വൈഷ്ണവി കുശലം ചോദിച്ചു. സന്ദീപേട്ടൻ്റെ കാറ് കാണുന്നില്ലല്ലോ. അതോ അവൻ രാവിലെ പോയി. എങ്ങോട്ട് പോയി? ഹരിപ്പാട്ടേക്ക് തിരിച്ചു പോയി. അവന് ജോലിക്ക് പോകണ്ടേ? ഉച്ച കഴിഞ്ഞല്ലേ ജോലിക്ക് കയറേണ്ടത്? അല്ലിമയുടെ ഉള്ളിൽ ചോദ്യങ്ങളുടെ കെട്ട് പൊട്ടിക്കഴിഞ്ഞു. അവന് വേറെന്തോ അത്യാവശ്യമുണ്ടെന്നാ പറഞ്ഞത്. വൈഷ്ണവി പറഞ്ഞത് കള്ളമാണെന്ന് അല്ലിമയ്ക്ക് ആ ക്ഷണം തന്നെ മനസ്സിലായി. ഇന്നലെ മുഴുവൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയും തുറന്നിട്ടില്ല. ഇന്നലെ ശരിയാ, സന്തുവിന് എന്തോ ടെൻഷനുണ്ടായിരുന്നു. ഞാനിന്നലെ ഇവിടെ വന്നതാണോ പ്രശ്നമായത്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? പിണങ്ങിപ്പോയതാണോ ആൻറ്റി? അല്ലിമയുടെ കണ്ടമിടറി. അവൾ കരഞ്ഞേക്കുമെന്ന് വൈഷ്ണവിക്ക് തോന്നി. ഏയ്, അവൻ ആരോട് പിണങ്ങാൻ? ഞാൻ അവനോട് ചോദിച്ചു, എന്തിനാടാ ഇത്രയും രാവിലെ പോകുന്നതെന്ന്. പോകേണ്ട കാര്യമുണ്ടെന്നാ അവൻ പറഞ്ഞത്. ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അങ്കിൾ ചില തടസ്സങ്ങളൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഒരു തർക്കം പോലും ഉണ്ടായില്ലല്ലോ. ഇല്ലെന്നേ. അത് കഴിഞ്ഞ് സന്ദീപേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? പിന്നെ ആ കാര്യം സംസാരിച്ചതേയില്ല. പിന്നെന്തുകൊണ്ടാ ഫോൺ ഓഫ് ചെയ്ത് വെച്ചത്? അത് ഒന്നാലോചിച്ചിട്ട് വൈഷ്ണവി തിരിഞ്ഞു നോക്കി. ചായ കുടിച്ചുകൊണ്ട് ഡൈനിങ് റൂമിൽ കിഷോർ നിൽപ്പുണ്ടായിരുന്നു. കിച്ചു, നീ ഇങ്ങോട്ട് വന്നേ. കിഷോർ ഉടൻ സിറ്റൗട്ടിന് നേർക്കെത്തി. അവൻ അല്പം മുന്നേ തന്നെ വരണമെന്നുണ്ടായിരുന്നു. അല്ലിമയെ കാണുന്നത് തന്നെ അവന് സന്തോഷമാണ്. സംസാരിക്കുന്നത് അതിനേക്കാൾ ഇഷ്ടം. സന്തു ഫോൺ ഓഫ് ചെയ്തു വെച്ചത് എന്തിനായിരുന്നു? നിന്നോട് വല്ലതും പറഞ്ഞോ? കിഷോർ ധർമ്മസങ്കടത്തിലായി. അല്ലിമയ്ക്ക് ആലോചിക്കാൻ വേണ്ടത്ര സമയം കിട്ടട്ടെ എന്നാ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്താലോചിക്കാൻ? അല്ലിമ ചോദിച്ചു. അച്ഛൻ ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ? അല്ലിമ സിവിൽ സർവീസിന് ട്രൈ ചെയ്യാനാണെങ്കിൽ കല്യാണം നടക്കില്ലാന്ന്. അത് തന്നെ സംഗതി, കിഷോർ പറഞ്ഞു. അത് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യണ്ടേ? ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ എങ്ങനെ സംസാരിക്കും? അതിലിപ്പോൾ സംസാരിക്കാനൊന്നുമില്ല. അല്ലിമ ഒരു ഡിസിഷൻ എടുത്താൽ മതി. എനിക്ക് സന്ദീപേട്ടനോട് ചോദിക്കുകയും പറയുകയും വേണ്ടേ? അല്ലിമയുടെ കണ്ണിലും സ്വരത്തിലും ഈർപ്പം പടർന്നു. ഫസ്റ്റ് റൗണ്ടിൽ സന്ദീപേട്ടൻ റിജക്റ്റ് ആയതാണ്. വീണ്ടും എങ്ങനെയോ കയറിക്കൂടി. ഇനി എലിമിനേഷൻ റൗണ്ടാണെന്നറിയാം. വീണ്ടും പുറന്തള്ളപ്പെട്ടു എന്ന് കേൾക്കാൻ വയ്യ സന്ദീപേട്ടന്. അതുകൊണ്ടാ ഫോൺ ഓഫ് ചെയ്ത് വെച്ചത്. പറ്റില്ല എന്നുണ്ടെങ്കിൽ വിളിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. സന്ദീപേട്ടൻ അതങ്ങ് സഹിച്ചോളും. കിഷോർ ഒരു തമാശ മട്ടിലാണ് പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് വേണ്ടേ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ? ഇപ്പോൾ ഞാൻ ഇരുട്ടത്ത് നിൽക്കണ പോലെ നിൽക്കുക ഒറ്റയ്ക്ക്. സന്തുവേട്ടനും വല്ലാത്തൊരു ഡിലൈമയിലാണ്, കിഷോർ പറഞ്ഞു. അല്ലിമയുടെ അംബീഷൻസിന് തടസ്സം നിൽക്കാൻ മടി. സിവിൽ സർവീസ് ചെയ്യാൻ കഴിവുള്ളൊരു പെൺകുട്ടിയെ അതിനെ വിടാതെ പിടിച്ചു നിർത്തി അതിൻ്റെ ഭാവി നശിപ്പിക്കരുതെന്നുണ്ട് സന്തുവേട്ടന്. അതുകൊണ്ടാ തീരുമാനം അല്ലിമയ്ക്ക് വിട്ടു തന്നിട്ട് സന്തുവേട്ടൻ മാറി നിൽക്കണത്. അപ്പോൾ എനിക്കൊരു സപ്പോർട്ടിന് ആരുമില്ല. അല്ലിമ സങ്കടപ്പെട്ടു. ഞാനുണ്ട്, കിഷോർ പറഞ്ഞു. അമ്മയുണ്ട്, ഗോപികയുണ്ട്. നിങ്ങളുടെ പ്രേമം ജയിക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അല്ലിമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങളുടെ വീട്ടിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരമുണ്ടായോ? വൈഷ്ണവി ചോദിച്ചു. എൻ്റെ ഇഷ്ടം എന്താണെങ്കിലും അച്ഛനും അമ്മയും സമ്മതിക്കും. അതൊരു വശം. അവരുടെ ഇഷ്ടം എന്താണെന്ന് തിരക്കിയോ? അവർക്ക് ഞാൻ പഠിക്കണതാ താല്പര്യം. അപ്പോൾ അവിടെയും ചോദ്യവും പറച്ചിലും ഉണ്ടായി അല്ലേ? എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാനാ പറഞ്ഞത്. എന്നാലും അവർക്കുള്ളത് അനിഷ്ടമാണല്ലോ, വൈഷ്ണവി ചോദിച്ചു. ഇപ്പോൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല എൻ്റെ കൂടെ. ഇതുവരെ കൂടെ നിന്നവരെല്ലാം ഓടി ഒളിച്ച പോലെ. അല്ലി, വൈഷ്ണവി വാത്സല്യത്തോടെ വിളിച്ചു. നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടോ? ഇല്ലല്ലോ, സ്നേഹമേ ഉള്ളൂ. നിന്റെ വീട്ടിലുള്ളവർക്കും നീ വലുതാണ്. സന്തുവിന് നീ വലുതാണ്. ഞങ്ങൾക്കും നിന്നെ കിട്ടാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നിന്റെ ജീവിതമാ. 2 ഓപ്ഷനേ ഉള്ളൂ നിന്റെ മുന്നിൽ. ഓക്കെ അല്ലെങ്കിൽ ക്യാൻസൽ.
നല്ല പോലെ ആലോചിച്ചിട്ടേ രണ്ടിലൊന്ന് സെലക്ട് ചെയ്യാവൂ. രാവിലെ ഞാൻ ഈ ഗേറ്റിനകത്തോട്ട് നോക്കിയപ്പോൾ സന്ദീപേട്ടൻ്റെ കാറില്ല. എന്നെ ഉപേക്ഷിച്ചിട്ട് ഒരാൾ കടന്നു കളഞ്ഞ പോലെയാ എനിക്ക് തോന്നിയത്. അല്ലിമ ആവലാതിപ്പെട്ടു. സന്ദീപേട്ടൻ്റെ വിഷമവും മനസ്സിലാക്കണം. ഞങ്ങളെ ആരെയും കാണാനല്ല വന്നത്. അല്ലിമയെ കാണാൻ വേണ്ടി മാത്രമാ ഹരിപ്പാടുന്ന് കാർ ഓടിച്ച് കിഷോർ വെളിപ്പെടുത്തി. അല്ലി! 5-ാം നമ്പർ റോഡിൻ്റെ മറുവശത്തെ ഗേറ്റിൽ നിന്ന് വിളിയൊച്ച കേട്ടു. അമ്മ വിളിക്കുന്നു, പോട്ടെ. അല്ലിമ അപ്പോൾ തന്നെ തിരിഞ്ഞു നടന്നു. ശ്രീലക്ഷ്മി തല ഉയർത്തിപ്പിടിച്ച് ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അല്ലിമ ചെന്നപ്പോൾ അവർ നീരസത്തോടെ തിരക്കി. നീ എന്തിനാ രാവിലെ അങ്ങോട്ട് ഓടിപ്പോയത്? സന്ദീപേട്ടൻ്റെ കാർ കണ്ടില്ല, തിരിച്ചു പോയോന്നറിയാൻ വേണ്ടിയാ, അല്ലിമ പറഞ്ഞു. എന്താ അത്ര വലിയ ക്യൂരിയോസിറ്റി? അവിടെ ആരൊക്കെ വരുന്നു പോകുന്നു? നമ്മളാരും അന്വേഷിക്കാറില്ലല്ലോ. അതൊന്നും എനിക്കറിയണ്ടല്ലോ. ഞാൻ ഉദ്ദേശിച്ച ആൾ അവിടുണ്ടോ അതോ പോയോ എന്നറിയണം. ദൃഢസ്വരത്തിലാണ് അല്ലിമ പറഞ്ഞത്. ശ്രീലക്ഷ്മി അവളെ അടിമുടി നോക്കി. നീ എന്തുദ്ദേശിച്ചാണ്? ഞാനിതുവരെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അച്ഛൻ നിന്നോട് പറഞ്ഞതൊക്കെ മറന്നോ? മറന്നാലും ഇല്ലെങ്കിലും ഞാനത് തുറന്നു പറയും. ആരെയും ഒളിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. അവൻ പോയെങ്കിൽ പോട്ടെ, നീ വിട്ടുകള. ഇന്നലെ വന്നവനല്ലേ. നിന്റെ ജീവിതം ഒറ്റ ദിവസം കൊണ്ട് അട്ടിമറിക്കാൻ പറ്റുമോ ഒരാൾക്ക്? എൻ്റെ മനസ്സെവിടെ നിൽക്കുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതെൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലിമ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. 9 മണിക്ക് മുമ്പ് സന്ദീപ് വീട്ടിൽ തിരിച്ചെത്തി. കാറിൻ്റെ സ്വിച്ച് കീ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് തലകുനിച്ച് അവൻ കയറി വരുന്നത് കണ്ടപ്പോഴേ രാജശ്രീക്ക് എന്തോ പന്തികേട് തോന്നി. നീ എന്താ പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വന്നേ? ഞാൻ രാവിലെ തന്നെ പോന്നു. നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞിട്ട് പോയത്. ഉച്ച കഴിഞ്ഞ് അവിടുന്ന് നേരെ ആലപ്പുഴയ്ക്ക് വന്ന് ഡ്യൂട്ടിക്ക് കയറുമെന്നല്ലേ? എനിക്ക് പോരണമെന്ന് തോന്നി പോന്നു. സന്ദീപ് അവൻ്റെ മുറിയിലേക്ക് പോയി. നീ ഒന്നും കഴിച്ചില്ലല്ലോ, വാ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. ഞങ്ങളിപ്പോൾ കഴിച്ചെണീറ്റതേ ഉള്ളൂ. അമ്മ പോയിക്കോ, ഞാൻ പിന്നെപ്പോഴെങ്കിലും തനിയെ എടുത്ത് കഴിച്ചോളാം. എനിക്കൊന്ന് കിടക്കണം. രാജശ്രീ അല്പനേരം മകനെ നോക്കി നിന്നു. സന്ദീപ് ഡ്രസ് പോലും മാറാതെ കയറി കിടന്നു. ജയദേവ് നമ്പ്യാർ കോടതിയിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലായിരുന്നു. രാജശ്രീ മുറിയിലേക്ക് ചെന്നപ്പോൾ അയാൾ മകൻ പെട്ടെന്ന് തിരിച്ചെത്തിയതിൻ്റെ കാരണം തിരക്കി. എന്തോ കുഴപ്പമുണ്ട്. വൈഷ്ണവിയെ വിളിച്ചു ചോദിച്ചാൽ അറിയാമല്ലോ. അവൻ ആ പെണ്ണിനെ കാണാൻ വേണ്ടി പോയതല്ലേ. പ്രതീക്ഷിച്ച സ്വീകരണമൊന്നും കിട്ടിക്കാണില്ല. അവർ തമ്മിൽ ഫോണിലൊക്കെ ഒരുപാട് സംസാരിക്കാറുള്ളതല്ലേ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ പ്രശ്നത്തോടടുക്കുമ്പോഴാ ഓരോ തടസ്സങ്ങൾ കാണാൻ പറ്റൂ. എന്ത് തടസ്സമെന്ന് രാജശ്രീ ആലോചിച്ചു. രണ്ടുപേരും ചെറുപ്പം, തമ്മിൽ പ്രണയം, ഇണങ്ങുന്ന ജോഡികൾ, തരക്കേടില്ലാത്ത കുടുംബങ്ങളും ചുറ്റുപാടുകളും, സാമ്പത്തിക നിലയിലും വലിയ അന്തരമൊന്നുമില്ല. നന്ദന സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് സന്ദീപിൻ്റെ മുറിയിൽ വന്നു. ഇതെന്തു പറ്റി സന്ദീപേട്ടാ? ബൂമറാങ് പോലെ ഇങ്ങ് വന്നല്ലോ. പിണങ്ങിയോ? പോടി അവിടുന്ന്. സന്ദീപ് കയർത്തു. എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടല്ലോ. ഫോൺ നമ്പറൊക്കെ ഞാൻ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിളിച്ചു നോക്കണോ? ദൈവത്തെ ഓർത്ത് നിനക്കിതിൽ തലയിടാതെ പോകാമോ? ഞാൻ സ്കൂളിൽ പോയിട്ട് വരട്ടെ. എല്ലാം ചികഞ്ഞെടുത്തോളാം. ഗ്രാസ് റൂട്ട് വരെ മാന്തും. നന്ദന പോയി. സന്ദീപ് തൻ്റെ മൊബൈൽ ഫോൺ ഓൺ ചെയ്തു. ഇതുവരെ ഉണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെട്ട പോലെ തോന്നി. അല്പം കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തു വെച്ചു. രാജശ്രീ ഇതിനിടെ വൈഷ്ണവിയുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. വൈഷ്ണവി അവിടെ തലേ ദിവസം നടന്ന കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. രാജശ്രീ കേട്ടപാടെ രൂക്ഷമായി പ്രതികരിച്ചു. നമുക്ക് പറ്റിയതല്ല വൈഷ്ണവി. സന്ധുവിന് IAS-ഉം IPS-ഉം ഒന്നും വേണ്ട. വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു പെണ്ണ് മതി. ജോലി പോലും വേണമെന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള കുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ടാ. എന്നാലും ശരി, അവൻ്റെ ലെവലിലുള്ള ഒരു പെണ്ണ് മതി. പെണ്ണ് നല്ലതാ ചേച്ചി, അതല്ലല്ലോ പ്രശ്നം. കല്യാണം ഉടനെ നടത്തണ്ടേ? അത് വേണം. 6 മാസമോ 1 വർഷമോ ഒക്കെ നീണ്ടാലും കുഴപ്പമില്ല. ഇതങ്ങനെയല്ലല്ലോ. 3 വർഷം എന്നൊക്കെ പറഞ്ഞാൽ അവന് വയസ്സ് 31 ആകും. അല്ലിമയുടെ വീട്ടുകാർക്കും അത്ര സമ്മതമില്ലെന്നാണ് എൻ്റെ അറിവ്. വേണ്ട, അവർ സമ്മതിക്കേണ്ട. നമ്മൾ സമ്മതിക്കുന്നില്ല. തീർന്നില്ലേ പ്രശ്നം? ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ രാജശ്രീക്ക് ആശ്വാസമാണ് തോന്നിയത്. തൻ്റെ മകൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് വലിയ സൗന്ദര്യമൊന്നും വേണ്ടെന്നായിരുന്നു അവരുടെ അഭിപ്രായം. പെണ്ണിന് സൗന്ദര്യം കൂടിപ്പോയാൽ
ആളുകളുടെ ശ്രദ്ധ മുഴുവൻ അവളിലായിരിക്കും. കൂടെയുള്ളവനെ ആരും കാണുക പോലുമില്ല. കല്യാണശേഷം അവളുടെ സൗന്ദര്യത്തിൻ്റെ മാറ്റ് കുറഞ്ഞു പോയാൽ അവനായിരിക്കും അതിൻ്റെ കുറ്റം. രാജശ്രീ സന്ദീപിൻ്റെ മുറിയുടെ വാതിൽക്കൽ വന്ന് എത്തി നോക്കി. കൈകൾ വിരിച്ച് കമിഴ്ന്ന് നിസ്സഹായനെ പോലെ കിടക്കുകയാണ് സന്ദീപ്. ഉറങ്ങിയോ അതോ വെറുതെ കിടക്കുകയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. രാജശ്രീ മെല്ലെ പിൻവാങ്ങി. കോളേജിൽ പോയപ്പോൾ അലിമ മൊബൈൽ ഫോൺ കൊണ്ടുപോയില്ല. അത് അവളുടെ മുറിയിലെ മേശയിൽ വെച്ചിട്ടാണ് പോയത്. അത് കയ്യിലുണ്ടെങ്കിൽ തനിക്ക് മറ്റൊന്നിലും ശ്രദ്ധിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് തീർച്ചയുണ്ടായിരുന്നു. സന്ദീപ് ഹരിപ്പാടേക്ക് തിരിച്ചുപോയി എന്നറിഞ്ഞപ്പോൾ മുതൽ ആ മൊബൈൽ ഫോൺ അവളുടെ ജീവിതത്തിൻ്റെ അച്ചുതണ്ടായി മാറിക്കഴിഞ്ഞിരുന്നു. അതിനെ ചുറ്റിയാണ് അവളുടെ ലോകം തിരിഞ്ഞുകൊണ്ടിരുന്നത്. കോളേജിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് 50 തവണയെങ്കിലും അവൾ വന്ന് ഫോണിൽ നോക്കി. മറ്റാരെങ്കിലും വിളിക്കുമ്പോഴും, നോട്ടിഫിക്കേഷൻ അലേർട്ട് ഉണ്ടാകുമ്പോഴും, മെസ്സേജ് ടോൺ വരുമ്പോഴും അവളുടെ ഹൃദയമിടിപ്പ് ക്ഷണനേരത്തേക്ക് നിലയ്ക്കുകയും അവൾ ഫോൺ എടുത്ത് നോക്കിയ ശേഷം പുനരാരംഭിക്കുകയും ചെയ്തു. പ്രണയം വേണ്ടിയിരുന്നില്ല എന്നവൾ പരിതപിച്ചു. പ്രണയം ഒരു തീവ്രവാദിയാണ്, ഭീകരനാണ് എന്നവൾക്ക് തോന്നി. അതിലേക്ക് ചേർക്കാൻ വേണ്ടി അവൻ സകല ഉപായങ്ങളും പ്രയോഗിക്കും. മധുരവചസ്സുകൾ കൊണ്ട് മനം കവരും, അനുഭൂതികൾ കൊണ്ട് ആനന്ദമത്തരാക്കും, അഭിലാഷങ്ങൾ ഹൃദയത്തെ അലങ്കരിക്കും. പ്രണയത്തിന് കീഴടങ്ങിക്കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ മുഖം കാണിക്കും. അവൻ്റെ കയ്യിൽ തോക്കുകളും ബയണറ്റുകളും ബോംബുകളുമുണ്ട്. അവൻ്റെ ബാക്ക് പാക്കിൽ ലോകത്തെ എല്ലാ ആയുധങ്ങളുമുണ്ട്. അവനെ പിണക്കിയാൽ ആ ആയുധങ്ങൾ അവൻ ഇരയുടെ മേൽ പ്രയോഗിക്കും. അവൻ ആൺ പെൺ ഭേദമില്ല. സന്ദീപും ഇത്തരമൊരു വേദന അനുഭവിക്കുന്നുണ്ടാകുമോ എന്നവൾ സന്ദേഹിച്ചു. ഇത് പെണ്ണിന് മാത്രമുള്ളതാണോ? കോളേജിൽ ചെന്നപ്പോൾ അവൾക്ക് മനസ്സിൽ ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോകുന്നത് മഠയത്തരമായി എന്ന് തോന്നി. കൈക്കുഞ്ഞിനെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോന്ന അമ്മയുടെ അവസ്ഥയായിരുന്നു അത്. ഇനി അതിൻ്റെ അടുത്തേക്ക് ഓടിയെത്താതെ സ്വസ്ഥതയില്ല. വൈകുന്നേരം കോളേജ് വിട്ടയുടനെ എങ്ങും തങ്ങാതെ സ്കൂട്ടിയും എടുത്ത് അവൾ പാഞ്ഞു. വിശാഖ് മാത്രമേ വീട്ടിലെത്തിയിട്ടുള്ളൂ. ചേച്ചി എന്താ നേരത്തെ? അവൻ ആശ്ചര്യപ്പെട്ടു. ക്ലാസ് വിട്ടപ്പോഴേ പോന്നു. അമ്മ വന്നില്ലേ? ഇല്ല, വരാറാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ പുറത്തേക്ക് പോവുകയാണേ. എവിടെയാ? അങ്ങനെയൊന്നുമില്ല, ഫ്രണ്ട്സ് വരും. അവൻ ഫോണും കയ്യിലെടുത്ത് പോയി. അലിമ മുറിയിലെത്തി. ഫോൺ എടുത്ത് അൺലോക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവളുടെ ശ്വാസം നിലച്ചു. സന്ദീപിൻ്റെ തന്നെ 6 മിസ്ഡ് കോളുകൾ. മെസ്സേജ് ബോക്സ് തുറന്നപ്പോൾ അത്ര തന്നെ SMS-ഉം. അതെല്ലാം ഒന്നു മുതൽ അവൾ വായിച്ചു. താൻ അനുഭവിച്ച വേദനയെല്ലാം അതിലും അവൾ കണ്ടു. അവൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സന്ദീപിൻ്റെ കോൾ വന്നു. ഫോണിൻ്റെ വൈബ്രേറ്ററിൽ നിന്നും വൈദ്യുതി പ്രവഹിച്ച് തൻ്റെ കയ്യിലും ഉടലിലും തലയിലും ഓരോ മുടിനാരിലും എത്തിയതായി അവൾക്ക് അനുഭവപ്പെട്ടു. ഹലോ സന്ദീപേട്ടാ, എവിടായിരുന്നു? ഭൂമിയിലെ സകല പരാതികളും പരിഭവങ്ങളും അക്ഷമയും ആശ്വാസവും എല്ലാം ആ ചോദ്യത്തിലുണ്ടെന്ന് അവൾക്ക് തോന്നി. ഞാനല്ലേ ഈ ചോദ്യം ചോദിക്കേണ്ടത്? ഇന്നലെ മുതൽ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്തിനാ ഫോൺ ഓഫ് ചെയ്ത് വെച്ചത്? സോറി, റിയലി സോറി അല്ലി. ഫോൺ ഓൺ ചെയ്ത് വെച്ചാൽ നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ തകർന്നു പോകുമെന്ന് തോന്നി. ഞാൻ വിളിക്കില്ലെന്നാണോ വിചാരിച്ചത്? അങ്ങനെ വിചാരിച്ചില്ല. നീ ആലോചിക്കട്ടെ, മനസ്സിൻ്റെ വിളി അനുസരിച്ച് തീരുമാനമെടുക്കട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനൊന്നും തീരുമാനിച്ചില്ലല്ലോ. അതൊക്കെ പിന്നീടല്ലേ സന്ദീപേട്ടാ. ഞാൻ വിളിച്ചാൽ കിട്ടണ്ടേ? അതിനേക്കാളും വലുതെന്താ? സോറി. ഞാൻ എന്തുമാത്രം വിഷമിച്ചു, എന്തുമാത്രം. ഞാനിത് പറയുമ്പോൾ എനിക്ക് കണ്ണ് നീറിയിട്ട് വയ്യ. നമ്മൾ ആദ്യം ഒന്നിച്ച് നിൽക്കേണ്ടേ സന്ദീപേട്ടാ? അത് കഴിഞ്ഞല്ലേ ബാക്കിയെല്ലാം. ഞാനും വിഷമിച്ചു അല്ലിമേ. ഞാൻ അവിടുന്ന് കാർ ഓടിച്ച് പോകുന്നത് എങ്ങനെയാണെന്നോ ഏത് റോഡിൽ കൂടിയാണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ വന്നിട്ട് ഞാൻ എങ്ങും പോയില്ല. ഇന്നും കൂടി ലീവാക്കി. ഞാൻ പോയാലും എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. എന്തിനു വേണ്ടിയാ സന്ദീപേട്ടാ നമ്മൾ ഇത്രയും വിഷമിച്ചത്? ആ ഫോൺ ഓഫ് ചെയ്ത് വെച്ചത് കൊണ്ടല്ലേ? സുധാകരൻ അങ്കിൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ടേണിംഗ് പോയിൻ്റ് ആണെന്ന്. ഒരു ജംഗ്ഷനിലെത്തിയിട്ട് വഴി അറിയാതെ നിന്ന പോലെ. അല്ലിമയ്ക്ക് മാത്രമേ വഴി അറിയൂ. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ഇത്രയേ വിചാരിച്ചുള്ളൂ. അല്ലിമ നല്ല ടാലൻ്റുള്ള കുട്ടിയാണ്. അവൾക്കൊരു ലക്ഷ്യമുണ്ട്. എൻ്റെ സെൽഫിഷ്നെസ് കൊണ്ട് ഞാൻ ഒരിക്കലും അവൾക്ക് തടസ്സം നിൽക്കരുത്. എനിക്ക് കുറ്റബോധം തോന്നും, നിന്റെ വഴിയടച്ച് പൂട്ടിയിട്ടതുപോലെ. സിവിൽ സർവീസ് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ പ്രോബ്ലം?
പക്ഷേ പ്രിലിമിനറിക്ക് ഇനിയും മാസങ്ങൾ എത്രയുണ്ട്? അതിനിടയ്ക്ക് എന്തെല്ലാം സംഭവിക്കാം? നമ്മുടെ മാരേജ് നടന്നെന്ന് പോലും വരാം. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കുമോ? സന്ദീപിൻ്റെ ദീർഘനിശ്വാസം അവൾ പലതവണ ഫോണിൽ കൂടി കേട്ടു. അവൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആദി എത്രയധികമായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. രാജഗോപാലും ശ്രീലക്ഷ്മിയും ജോലി കഴിഞ്ഞെത്തിയപ്പോൾ 6:30 മണിയായി. ഷോപ്പിംഗ് മാളിൽ കയറി അവർക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഗോപികയോട് സംസാരിച്ചുകൊണ്ട് അല്ലിമ ഗേറ്റിൽ നിൽപ്പുണ്ടായിരുന്നു. കാർ വരുന്നത് കണ്ട് അല്ലിമ ഗേറ്റ് പൂർണ്ണമായും തുറന്നു. ഗോപിക കൈപ്പത്തി വീശി കാണിച്ചിട്ട് തിരികെ നടന്നു. കാറിൽ നിന്നിറങ്ങിയിട്ട് ശ്രീലക്ഷ്മി അല്ലിമയെ സൂക്ഷിച്ചു നോക്കി. എന്താ ലേറ്റായത്? അല്ലിമ ചോദിച്ചു. മാളിലൊന്ന് കയറി. എന്തായിരുന്നു വലിയ വർത്തമാനം രണ്ടുപേരും കൂടെ? ശ്രീലക്ഷ്മി ഗോപിക പോകുന്ന ദിക്കിലേക്ക് പാളി നോക്കി. ഓ, വെറുതെ. എന്തൊക്കെയാ വാങ്ങിയത്? അല്ലിമ കാറിനടുത്തേക്ക് നീങ്ങി. രാജഗോപാൽ കാർ പോർച്ചിൽ കാർ കയറ്റിയിട്ട ശേഷം ഡിക്കി തുറക്കുകയായിരുന്നു. സാധനങ്ങൾ എടുക്കാൻ അല്ലിമയും കൂടി. പച്ചക്കറികളും പഴങ്ങളും മറ്റ് സാധനങ്ങളും അടങ്ങിയ സഞ്ചികൾ അവൾ ഡിക്കിയിൽ നിന്ന് എടുത്തുകൊണ്ട് വീടിനുള്ളിലേക്ക് ഉത്സാഹത്തോടെ പോയി. അത് കണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞു. അവർ തമ്മിൽ പിന്നെയും ഇണങ്ങി. ആര് തമ്മിൽ? അല്ലിയും സന്ദീപും. ആര് പറഞ്ഞു? കണ്ടില്ലേ അവളുടെ തുള്ളിച്ചാട്ടം? രാവിലെ നമ്മൾ കണ്ട പെണ്ണാണോ അത്? ഏയ്, അവൾ ആ വിഷയമേ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ടുണ്ടാകും. രാജേട്ടൻ വിചാരിക്കുന്ന പോലല്ല പെണ്ണിൻ്റെ മനസ്സ്. എനിക്ക് അവളുടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. രാവിലെ പതറി വേവലാതി പിടിച്ച് ഉറക്കം തൂങ്ങിയ പോലെ നടന്നവളാ. ആ വൈഷ്ണവിയുടെ മോളുടെ അടുത്ത് അവൾക്ക് എന്താ ഇത്ര സംസാരിക്കാൻ? അവർ സെയിം ഏജ് ആണോ? അല്ല. മുമ്പ് അങ്ങനെയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നോ? അതും ഇല്ല. ഇനിയിപ്പോൾ അല്ലിമയ്ക്ക് തോന്നി തുടങ്ങും അവരൊക്കെ റിലേറ്റീവ്സ് ആണെന്ന്. നീ എന്തൊക്കെയാ ലക്ഷ്മി പറയുന്നേ? വെറുതെ കാട് കയറല്ലേ. മകളോടൊന്ന് ചോദിച്ചേക്ക്, അവൻ വിളിച്ചിരുന്നോന്ന്. ഞാൻ ചോദിച്ച് നാണം കെടാനില്ല. രാജഗോപാൽ കാറിൽ നിന്ന് ബാക്കി സാധനങ്ങളും പെറുക്കി വീട്ടിനുള്ളിലേക്ക് കയറി. അല്ലിമ കിച്ചണിലെ ടിന്നുകളിൽ പഞ്ചസാര, ചെറുപയർ, കടുക്, എണ്ണ തുടങ്ങിയവ പകർന്നു വെക്കുകയായിരുന്നു. രാജഗോപാൽ ക്യാരി ബാഗുകളുമായി അങ്ങോട്ട് ചെന്നു. മുന്തിരി വാങ്ങിയില്ലേ അച്ഛാ? ബ്ലാക്ക് ഗ്രേപ്സ്, കുരുവില്ലാത്തത്? അല്ലിമ ചോദിച്ചു. ഇല്ല, അത് കിട്ടിയില്ല. അയ്യോ, കഷ്ടം. നിന്നെ സന്ധ്യ വിളിച്ചിരുന്നോ? രാജഗോപാൽ പെട്ടെന്ന് ചോദിച്ചു. അല്ലിമയുടെ മുഖം വെട്ടിത്തിരിഞ്ഞു. എന്താച്ചാ? വിളിച്ചിരുന്നോ? ഉവ്, വിളിച്ചു. അവനേക്കാൾ നല്ലൊരു ചെക്കനെ കിട്ടില്ല എന്നൊരു വിചാരം നിനക്കുണ്ടോ? ആ ചോദ്യത്തിന് അർത്ഥങ്ങൾ പലതായിരുന്നു. ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ടതല്ലെന്ന് അല്ലിമയ്ക്ക് മനസ്സിലായി. ബിന്ദുജ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തണം. രാജശ്രീ തയ്യാറാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി അച്ചാറിൻ്റെയും നെല്ലിക്ക അച്ചാറിൻ്റെയും ചാറുകൾ ഒരു ക്യാരി ബാഗിലാക്കി ഇടത് കൈയിൽ തൂക്കി പിടിച്ചിട്ടുണ്ട്. വലത് കൈയിൽ കാറിൻ്റെ കീ ചെയിൻ. എന്തായാലും കാറിലല്ലേ പോകുന്നേ, നിനക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? രാജശ്രീ മകളോട് ചോദിച്ചു. പറ്റില്ല, പറ്റില്ല. മക്കളെ ട്യൂഷനും കഴിഞ്ഞ് പാഞ്ഞു വരുമ്പോഴേക്കും എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കി വെക്കണ്ടേ? നീ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോടി. സുധീഷ് ചേട്ടൻ ഓടിക്കും എന്നെ. ബേക്കറി ഐറ്റംസ് ഒന്നും വീട്ടിൽ കയറ്റരുതെന്ന ഉത്തരവ്. മുൻപ് ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. അമ്മേ, വാട്സപ്പ്, അതിലുണ്ടല്ലോ എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കരുത് എന്നൊക്കെ ഓരോ ഹെൽത്ത് ടിപ്സ്. ഇപ്പോൾ അത് നോക്കിയ വീട്ടിലെ മെനു. ആ, ഒരു കണക്കിന് നല്ലതാ. എവിടെ നല്ലത്? വല്ലപ്പോഴും സുധീഷ് ഏട്ടൻ പുറത്ത് കൊണ്ടുപോയി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി തന്നുകൊണ്ടിരുന്നതാ. അതിപ്പോൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. അതും നിർത്തി. അവനവൻ്റെ ആരോഗ്യമല്ലേടി വലുത്. പിന്നെ ആരോഗ്യം. എൻ്റെ അമ്മേ, ജനിക്കുമ്പോഴേ ഓരോരുത്തരുടെ തലയിൽ എഴുതി വച്ചിട്ടുണ്ട് ഏത് പ്രായത്തിൽ എങ്ങനെ മരിക്കുമെന്ന്. എനിക്ക് കിച്ചണിൽ അല്പം വിശ്രമം കിട്ടിക്കൊണ്ടിരുന്നതാ, അതും ഇല്ലാണ്ടായി. ബിന്ദുജ കൈത്തണ്ട പൊക്കി വാച്ചിൽ നോക്കി. അവനെന്തിയെ? അവനെ ഇങ്ങ് വിളിച്ചേ. സന്തു, മോനെ. രാജശ്രീ തെല്ലുറക്കെ വിളിച്ചു. സന്ദീപ് മുറിയിൽ നിന്നിറങ്ങി ഹാളിലേക്ക് വന്നു. അവൻ്റെ ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാമേ. ആ, വിളിക്കാം. ഏയ്, ഉടനെ വിളിക്കും. കോൾ കട്ട് ചെയ്തിട്ട് അവൻ അമ്മയെ സമീപിച്ചു. എന്താണ് പ്രശ്നം? അത് ചോദിക്കാനാ വിളിച്ചത്. നീ ഏതു നേരത്തും ഫോണിലാണല്ലോ. ആരാ അങ്ങേയറ്റത്ത്? ബിന്ദുജ ചോദിച്ചു. ഞാനൊരു ജേർണലിസ്റ്റ് അല്ലേ ചേച്ചി, എനിക്ക് എവിടെ നിന്നെല്ലാം കോൾ വരും.
ഞാൻ തന്നെ എത്ര പേരെ വിളിക്കേണ്ടി വരും? നീ കുറച്ചു ദിവസം മുൻപ് വരെ ജേർണലിസ്റ്റ് അല്ലായിരുന്നോ? ബിന്ദുജ നെറ്റിച്ചുളിച്ചു. ചോദ്യം എനിക്ക് മനസ്സിലായല്ലോ. അപ്പോഴൊന്നുമില്ലാത്തത്രയും കോളുകൾ ഇപ്പോഴെങ്ങനെ വന്നു? നന്ദിനിയും പറഞ്ഞു, അമ്മയും പറഞ്ഞു. അവരോട് 2 വാക്കും മിണ്ടാൻ കൂടി നിനക്ക് സമയമില്ല. നീ ഹെഡ്സെറ്റ് വെച്ചോണ്ടല്ലല്ലോ മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നേ. അത് പിന്നെ ഹെഡ്സെറ്റ് ഇല്ലെങ്കിൽ ചെവിക്ക് കേടാ, റേഡിയേഷൻ. ഈ ബോധമൊക്കെ നിനക്ക് എന്നാ ഉണ്ടായത്? ചേച്ചി എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നോ? അതെ, ഇപ്പം നീ ആ പെണ്ണിനോടല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നേ? ഏത് പെണ്ണ്? നീ എൻ്റെ അടുത്ത് പൊട്ടം കളിക്കല്ലേ? എറണാകുളത്തെ യക്ഷി. ഇതെന്താ ഹൊറർ നോവലിലെ പേരോ? എറണാകുളത്തെ യക്ഷി. സന്ദീപ് ചിരിച്ചു. യക്ഷികളാണ് സൗന്ദര്യം കാട്ടി വശീകരിക്കുന്നത്. ആ സൗന്ദര്യം കണ്ട് മയങ്ങിയാണ് പലരും അപകടത്തിൽ ചെന്ന് പെടുന്നത്. ചിലർക്ക് പ്രാണൻ നഷ്ടം, ചിലർക്ക് ജീവിതം നഷ്ടം. ചേച്ചി ഒന്നുമല്ലെങ്കിലും അഡ്വക്കേറ്റ് അല്ലേ? ഒരു ജഡ്ജിയുടെ മോളല്ലേ? കഴിഞ്ഞ നൂറ്റാണ്ടിലെ പെണ്ണുങ്ങളെപ്പോലെ സംസാരിക്കുന്നത് വളരെ മോശമാണ് കേട്ടോ, സന്ദീപ് പരിഹസിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ പെണ്ണ് തന്നെയാ ഈ നൂറ്റാണ്ടിലും. അന്നും അങ്ങനെ തന്നെയാ. യന്ത്രങ്ങൾക്ക് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. ചിന്തയ്ക്ക് മാറ്റം വന്നു ചേച്ചി. കഴിഞ്ഞ നൂറ്റാണ്ടിലേക്കാളും നല്ല ചിന്തയുണ്ടായോ? ഇല്ലല്ലോ. നല്ലതൊക്കെ ക്ഷയിക്കുകയല്ലേ ചെയ്തത്? നിന്റെ ചെവിയിലിരിക്കുന്ന ആ കുന്തം ഉണ്ടല്ലോ, അത് കാരണം എത്ര കുടുംബം തകർന്നു, എത്ര പെൺകുട്ടികൾ ഓരോ പിശാചുക്കളോടൊപ്പം നരകത്തിലേക്ക് ഒളിച്ചോടി, എത്ര വീട്ടമ്മമാർ ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകന്മാരുടെ കൂടെ പോയി ജീവിതം തുലച്ചു, എത്രയോ ഭർത്താക്കന്മാർ അതിലൂടെ സ്വന്തം ഭാര്യയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാ? നമ്മളിത് ദുരുപയോഗപ്പെടുത്തുന്നത് കൊണ്ടല്ലേ? ചീത്തവശം മാത്രം കാണരുത് ചേച്ചി. ഇതുകൊണ്ട് എന്തുമാത്രം നന്മകളുണ്ടെന്ന് കൂടി നോക്കണം. എത്ര ജീവൻ രക്ഷിക്കാൻ മൊബൈൽ ഫോൺ ഉതകിയിട്ടുണ്ട്. എന്തെല്ലാം വിനോദങ്ങൾ, വിജ്ഞാനം, വാർത്താവിനിമയം. വിരൽത്തുമ്പിലല്ലേ ലോകം മുഴുവൻ. ഇവനോട് തർക്കിച്ച നീ തോറ്റുപോകും. ബിന്ദു, നീ പോണെങ്കിൽ ഇരുട്ടുന്നതിന് മുമ്പ് പോ, രാജശ്രീ പറഞ്ഞു. നിന്നെ വിളിച്ചത് വേറൊന്നിനുമല്ല. രണ്ടിലൊന്ന് പറ. കാർത്തിക കുട്ടിയെ നിനക്ക് വേണോ വേണ്ടയോ? എനിക്ക് അവിടെ ചെന്ന് രണ്ടിലൊരു തീരുമാനം പറയണം. കല്യാണം കഴിക്കാനാണെങ്കിൽ വേണ്ട ചേച്ചി. ഇവിടെ അച്ഛനും അമ്മയ്ക്ക് താല്പര്യമാണ്. അവർ കല്യാണം കഴിച്ചല്ലോ. സന്തു, ഞാൻ വല്ലതും പറയുവേ. കാര്യം ചോദിക്കുമ്പോഴാ കളി തമാശ. ചേച്ചി, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ, ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുമായിട്ട് ഇപ്പോൾ തന്നെ ന്യായമായൊരു ബന്ധം നിലനിൽക്കുന്നുണ്ടല്ലോ. ഇനി എന്തിനാ ഒരു കൂട്ടിക്കെട്ടലും കൂടെ? ബന്ധങ്ങൾ ബലപ്പെടാൻ അതാ നല്ലത്. വേറൊരു ഫാമിലിയുമായിട്ട് ബന്ധപ്പെടുമ്പോഴല്ലേ ബന്ധങ്ങൾ കുറച്ചുകൂടെ വിശാലമാകുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞേക്കട്ടെ, ഈ ആലോചന നടക്കില്ലാന്ന്? ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞു. നീ അവളുടെ വലയിൽ വീണ് കഴിഞ്ഞു അല്ലേടാ. എറണാകുളത്തെ യക്ഷിയുടെയല്ലേ? സന്ദീപ് ചിരിച്ചു. ഇളിക്കണ്ട എടാ. പൊള്ളപാത്രം ഒച്ച കൂടുതൽ കേൾപ്പിക്കും. കാണാൻ നല്ലതൊക്കെ പെട്ടെന്ന് ചെയ്യും. ചില സംഗതികൾക്ക് പ്രകൃതി കൂടുതൽ ഭംഗി കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? പോരായ്മകൾ മറച്ചു പിടിക്കാൻ വേണ്ടിയാ. ചേച്ചിയുടെ ഓരോരോ ഉപമകൾ കേട്ടാൽ ചിരി വരും. റോസാപ്പൂവിന് ഭംഗി കൊടുത്തിരിക്കുന്നത് റോസാ ചെടിയുടെ മുള്ളിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണോ? അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സറിഞ്ഞിട്ടാണോ നീ അങ്ങനെ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പോയത്? അച്ഛനും അമ്മയ്ക്കും ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ലല്ലോ. അന്യജാതിക്കാരിയല്ല, സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്നവരല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവളല്ല, ദുഷ്പേരുള്ളവളല്ല, മോശം ഫാമിലിയല്ല. ഒരു പ്രേമത്തെ എതിർക്കാൻ ന്യായമായ കാരണങ്ങൾ വേണ്ടേ ചേച്ചി? ചുമ്മാ കണ്ണുമടച്ച് എതിർക്കാൻ അച്ഛനും അമ്മയും അത്രയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരല്ല. വെറുതെ ആ പെണ്ണിന് പ്രതീക്ഷ കൊടുത്തു. ഏത് പെണ്ണിന്? കാർത്തിക കുട്ടിയുടെ കാര്യമാ പറഞ്ഞത്. ആര് കൊടുത്തു പ്രതീക്ഷ? ഞാനോ? ഞാൻ കൊടുത്തു. എൻ്റെ കൂടപ്പിറപ്പ് എൻ്റെ ഇഷ്ടങ്ങളും കൂടി മാനിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. അത് തന്നെയാ ഞാനും പറയുന്നേ. എൻ്റെ കൂടപ്പിറപ്പല്ലേ ചേച്ചി? അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ നോക്കണ്ടേ? ചേച്ചിയല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്? സന്ദീപ് ചോദ്യം തിരിച്ചിട്ട് കൊടുത്തു. അമ്മേ, ഞാൻ പോകുക. ഇവനോട് തർക്കിച്ചുകൊണ്ട് നിന്ന എൻ്റെ പിള്ളേർ ട്യൂഷൻ കഴിഞ്ഞ് വിശന്നിരിക്കേണ്ടി വരും. ബിന്ദുജ ധൃതിയിലിറങ്ങി മുറ്റത്ത് കിടന്ന കാറിനരികെ ചെന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കി. നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ബന്ധുബലമാ ഏറ്റവും വലുത്. അത് പറഞ്ഞിട്ട് ബിന്ദുജ കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി. ബിന്ദുജ പോയ ഉടൻ സന്ദീപ് ഫോണുമായി മുറിയിൽ കയറി. അപ്പോൾ തന്നെ അല്ലിമയെ വിളിച്ചു. ആരായിരുന്നു?
അല്ലിമയുടെ ചോദ്യം വന്നു. ചേച്ചിയാ, ചേച്ചി തിരിച്ചു പോവുകയാണ്. എങ്ങോട്ട്? ചേച്ചിയെ കല്യാണം കഴിപ്പിച്ച് വിട്ട വീട്ടിലേക്ക്. എന്താ? സന്ദീപ് ചിരിച്ചു. ഓ അങ്ങനെ. അവിടെ എന്നെപ്പറ്റി എന്തെങ്കിലും സംസാരം ഉണ്ടായോ? എന്താ അങ്ങനെ ചോദിച്ചേ? ഉണ്ടായോന്ന് പറ. ആ പറഞ്ഞു. ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു? അതെ, ചേച്ചിയുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അനുജത്തെ കല്യാണം കഴിപ്പിക്കാമെന്ന്. ഓ, അങ്ങനെയൊരു പ്രപ്പോസലൊക്കെ ഉണ്ടായിരുന്നോ? ചേച്ചിയുടെ ആഗ്രഹം. സന്തുവേട്ടനും താല്പര്യമുണ്ടായിരുന്നോ എന്നെ കാണുന്നതിന് മുമ്പ്? കണ്ടോ അസൂയ. നിന്നെ കാണുന്നതിനും എത്രയോ മുമ്പേ ആ കാൻഡിഡേറ്റ് എലിമിനേഷൻ റൗണ്ടിൽ ഔട്ടായതാ. ശരിയാണോ? ദാ സംശയം സംശയം. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നെപ്പറ്റി എന്താ സംസാരിച്ചത്? ഞാൻ എറണാകുളത്ത് പോയി സ്വന്തം നിലയ്ക്ക് എൻ്റെ പെണ്ണിനെ സെലക്ട് ചെയ്തത്. ആരും അത്ര കണ്ട് വെൽക്കം ചെയ്തിട്ടില്ല. എന്താ അവർ പറയുന്നേ? പ്രണയത്തിനോട് അച്ഛനമ്മമാർക്കുള്ള ട്രഡീഷണലായ ഒരു എതിർപ്പുണ്ടല്ലോ. പ്രേമിച്ച് കല്യാണം കഴിച്ച അച്ഛനമ്മമാരാണെങ്കിൽ പോലും മക്കളുടെ കാര്യം വരുമ്പോൾ അവർക്കത് ഡൈജസ്റ്റ് ആകാൻ പ്രയാസമാണ്. എനിക്കിഷ്ടപ്പെട്ട ഏത് പെണ്ണിനെയും കല്യാണം കഴിച്ചോളാൻ ലൈസൻസ് തന്നവരാണെന്ന് ഓർക്കണം. ഒറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ, സ്വജാതിയായിരിക്കണം. നമ്മുടെ കാര്യത്തിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ, അല്ലിമ പറഞ്ഞു. പക്ഷേ എവിടെയൊക്കെയോ എതിർപ്പിൻ്റെ മുള പൊട്ടുന്നു. ഒരിഷ്ടക്കേടിൻ്റെ മുഖം ചുളിക്കൽ. അവിടെ മാത്രമല്ല, ഇവിടെയും അതുണ്ട് കേട്ടോ. എനിക്കിഷ്ടമുള്ളപ്പോൾ ഇഷ്ടപ്പെട്ടയാളെ കല്യാണം കഴിച്ചോളൂ എന്നൊക്കെ അച്ഛനും അമ്മയും വീമ്പ് പറഞ്ഞിട്ടുള്ളതാ. ഇപ്പം അവർക്കൊരു സംശയം, എനിക്ക് അതിനുള്ള പ്രായമായോ, അതിനുള്ള സമയമായോ, എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയോ എന്നൊക്കെ. എന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അങ്ങനെ വ്യക്തിപരമായിട്ട് ഇഷ്ടക്കേടൊന്നുമില്ല, എന്നോടാണ് നീരസം, അല്ലിമ വെളിപ്പെടുത്തി. തന്ന ഫ്രീഡമൊക്കെ തിരിച്ചെടുത്തോ? സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തോന്നിപ്പിക്കൽ മാത്രമായിരുന്നു. വേലിയൊന്നും കെട്ടിയിട്ടില്ല, മേഞ്ഞു നടക്കാം. പക്ഷേ അതിര് വിട്ടു പോകാൻ പാടില്ല. അവരെ കുറ്റം പറഞ്ഞുകൂടാ. അല്ലിമ IAS അവർക്ക് ഉറപ്പുണ്ടായിരുന്നിരിക്കും. അതൊന്നും ഉറപ്പു പറയാൻ പറ്റില്ല സന്തുവേട്ട. എന്നേക്കാൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള എത്രയോ പേർക്ക് ആ മുന്തിരിങ്ങ കിട്ടാതെ പോയിട്ടുണ്ട്. അത് കിട്ടാൻ ബുദ്ധിയും ഹാർഡ് വർക്കും മാത്രം പോരാ, ഭാഗ്യവും കൂടി വേണം. അത് വാസ്തവം. ഞാൻ പറയുന്നത് അല്ലി പ്രിലിമിനറി എഴുതണമെന്ന് തന്നെയാ. അതൊരു വശത്ത് നടന്നോട്ടെ. ശ്രമിക്കാം. നമ്മുടെ സ്നേഹം തകർക്കാൻ പറ്റിയ ഒരെതിർപ്പ് എവിടെന്നെങ്കിലും ഉണ്ടാകുമോ? ഇല്ലെന്നേ. ചില പരിഭവങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടായേക്കും. കണ്ണുമടച്ച് എതിർക്കാൻ വിലക്കപ്പെട്ട പ്രണയമൊന്നുമല്ലല്ലോ ഇത്. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, സന്ദീപ് പറഞ്ഞു. ഇവിടെ അത്രയും പോലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. നമുക്ക് സമയമുണ്ടല്ലോ. ഇങ്ങനെ അങ്ങ് പോട്ടെ. കുറേ നാൾ കഴിയുമ്പോൾ എല്ലാം താനേ അടങ്ങും. എനിക്കിപ്പോൾ അങ്ങോട്ട് വരാനൊരു മടി, അവരെയൊക്കെ ഫേസ് ചെയ്യണമല്ലോ എന്നോർത്തിട്ട്. പക്ഷേ എനിക്ക് തന്നെ കാണണം. അന്ന് വന്നിട്ട് ശരിക്ക് കാണാൻ പറ്റിയില്ല. എൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ കാണാതിരുന്നേ? അല്ലിമ കുസൃതിയോടെ ചോദിച്ചു. അതുപോരാ, ദാഹിച്ചവന് ഒരു ടീസ്പൂൺ വെള്ളം മതിയോ? സന്ദീപ് ചിരിച്ചു. ഇങ്ങട് വാ, ഞാൻ വയറ് നിറയെ വെള്ളം കുടിപ്പിക്കാം. അല്ലിമയും അടക്കി ചിരിച്ചു. പ്രണയ ചകോരങ്ങൾ നർമ്മഭാഷണത്തിലൂടെ പരസ്പരം തൂവൽ മിനുക്കുകയാണ്. സംസാരിച്ചാലും മതി വരുന്നില്ല. വിഷയങ്ങൾ തീരുന്നില്ല. സമയം രാക്ഷസന്റെ വായിലെ ഭക്ഷണം പോലെയാണ്. മണിക്കൂറുകൾ ഇത്ര വേഗത്തിൽ എങ്ങോട്ട് ഓടിപ്പോകുന്നു? രാത്രി കിടപ്പറയിൽ വെച്ച് ശ്രീലക്ഷ്മി ഭർത്താവിനോട് ചോദിച്ചു. അവളോട് സംസാരിച്ചോ? ഇല്ല, പക്ഷെ ഒരു സൂചന കൊടുത്തു. എന്ത് സൂചന? ഇത് പ്രേമിക്കാനുള്ള സമയമല്ലെന്ന്. സന്ദീപ് അവൾക്ക് അനുയോജ്യനായ അവസാനത്തെ പുരുഷനല്ലെന്ന്. അത്രയൊക്കെ പോരെ? അവൾക്ക് നമ്മുടെ മനോഭാവം മനസ്സിലാകില്ലേ? മനസ്സിലായിട്ടും ആയില്ലെന്നുള്ള മട്ടിലാണല്ലോ പെരുമാറ്റം. ഇന്നും ഫോൺ എടുത്തുകൊണ്ട് കുറേ നേരം റൂഫ് ടോപ്പിലായിരുന്നു. പിന്നെ മുറ്റത്തെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് സംസാരം. റൂമിലിരുന്ന് വേറെ. ഇത്ര പറയാൻ എന്താ ഉള്ളത്? പ്രേമം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതാണോ പ്രേമം? വെറും ഇൻഫാക്ച്വേഷൻ. ആകെ 3-4 തവണ പരസ്പരം കണ്ടിട്ടുണ്ട്. എന്നിട്ട് പ്രേമം? അവളുടെ ലൈഫാണെന്നുള്ള ചിന്തയില്ല. രാജേട്ടൻ അവളെ വിളിച്ച് തുറന്ന് സംസാരിക്കണം. കാര്യമായിട്ട് പറയണം. ഇത് നടക്കില്ലെന്ന് തന്നെ പറഞ്ഞു. അതവൾക്കൊരു ഷോക്കാവില്ലേ? രാജഗോപാൽ സംശയം പ്രകടിപ്പിച്ചു. പറയണം, ശ്രീലക്ഷ്മി തീർത്തു പറഞ്ഞു.
അച്ഛനും അമ്മയും കൂടി ബെഡ്റൂമിലേക്ക് കയറി വരുന്നത് കണ്ട് അല്ലിമ ഫോണിൽ നടത്തിക്കൊണ്ടിരുന്ന ചാറ്റിംഗ് നിർത്തിവെച്ചു. അവരുടെ ആഗമനോദ്ദേശം അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. നീ ഇവിടെ ഉറങ്ങാതെ എന്തു ചെയ്യുവാ? രാജഗോപാൽ ചോദിച്ചു. മൊബൈലിൽ വാട്സപ്പ് നോക്കുമായിരുന്നു, അല്ലിമ പറഞ്ഞു. ഇങ്ങനൊരു പതിവില്ലല്ലോ നിനക്ക്. ഉറങ്ങുന്നതിന് മുമ്പ് അരമണിക്കൂർ എന്തെങ്കിലും ബുക്ക് വായിക്കുകയല്ലേ ചെയ്യാറ്? ആ ഹാബിറ്റൊക്കെ ഉപേക്ഷിച്ചോ? സന്ദീപേട്ടൻ ഓൺലൈനിലുണ്ടായിരുന്നു, അല്ലിമ തുറന്നു പറഞ്ഞു. എന്തെങ്കിലും മറച്ചു വെക്കേണ്ടതായ ആവശ്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയില്ല. ആ അഫെയർ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ നീ തീരുമാനിച്ചോ? ഇഷ്ടപ്പെട്ടു പോയില്ലേ അച്ഛാ? എന്ന് വെച്ചാൽ പെട്ടുപോയെന്നല്ലേ? ഒരു ചതിയിലോ കുരുക്കിലോ കുഴിയിലോ വീണ് മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ വരുന്നതിനായി പെട്ടുപോയി എന്ന് പറയുന്നത്. അച്ഛാ പ്ലീസ്, അച്ഛനെല്ലാം അറിയാമല്ലോ. എനിക്ക് അച്ഛനോട് വാദിച്ച് ചെയ്യിക്കേണ്ട. ഞാൻ കൂടുതലൊന്നും നിന്നോട് ചോദിക്കുന്നില്ല. നിനക്കിത് മതിയോ? പിന്നീട് ഓർത്ത് ദുഃഖിക്കേണ്ടി വരരുത്. അതുകൊണ്ടാ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ. നീ ഓട്ടം നിർത്താൻ പോവുകയാണോ? ഇവിടെ അവസാനിപ്പിക്കുന്നത് കൊണ്ട് നിനക്ക് തൃപ്തിയാണോ? അച്ഛൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. ഞാൻ ഒന്നും നിർത്തിയിട്ടില്ലല്ലോ അച്ഛാ. നിന്റെ കോൺസെൻട്രേഷൻ പോയി. നിന്റെ ലക്ഷ്യം മാത്രമായിരുന്നു ഇതുവരെ നിന്റെ മനസ്സിൽ. ഇപ്പോൾ മുതൽ ഇടയ്ക്ക് വെച്ച് ഓട്ടം നിർത്തിയ പോലായി. നിന്റെ മനസ്സിലേക്ക് വേറൊരു കാര്യം വന്നു കയറി. അതുകൊണ്ട് ശല്യമൊന്നുമില്ലെന്നേ. അതവിടെ കിടന്നോട്ടെ. പ്രേമം തലയിലുണ്ടോ? അതാണ് ഏറ്റവും വലിയ ശല്യം. നിനക്ക് രണ്ടും കൂടി താങ്ങിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഒരാളുടെ മനസ്സിൽ ശരിക്കും പ്രേമമുണ്ടെങ്കിൽ അത് കഴിഞ്ഞേ മറ്റെന്തോ ഉള്ളൂ. എനിക്ക് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും. അല്ലിമ നിലപാടിൽ ഉറച്ചു നിന്നു. ഡോണ്ട് ബി സ്റ്റുപ്പിഡ് അല്ലി. അച്ഛൻ ഒന്നും വെറുതെ പറയില്ല. അത് നിനക്കറിയാലോ, ശ്രീലക്ഷ്മി ശാസിച്ചു. മോളെ, രാജഗോപാൽ അവളുടെ കിടക്കയിലേക്കിരുന്നു. രണ്ട് കാര്യങ്ങൾ നിനക്കറിയില്ല. എവിടെന്ന് തുടങ്ങിയവളാണ് നീ, എവിടെ എത്തേണ്ടവളാണ്. ആ പറഞ്ഞത് മനസ്സിലാകാത്ത പോലെ അല്ലിമ അച്ഛനെ നോക്കി. അവൻ്റെ ആളുകൾ കല്യാണാലോചനയുമായിട്ട് വീണ്ടും വന്ന നീ എന്തു ചെയ്യും? രാജഗോപാൽ ചോദിച്ചു. മാരേജ് ഉടനെ വേണ്ടെന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും എപ്പോൾ നടത്താൻ പറ്റുന്നു. അതിന് നീ എന്ത് മറുപടി പറയും? പഠിച്ചു കഴിയട്ടെ എന്ന് പറയും. അങ്ങനെയൊന്നും പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. നിന്റെ പഠിപ്പ് തീരും വരെ അവർ വെയിറ്റ് ചെയ്യുമെന്ന് കരുതുകയേ വേണ്ട. ആദ്യം അവരിങ്ങോട്ട് കല്യാണം ആലോചിച്ചാണ് വന്നതെന്ന് ഓർക്കണം. അച്ഛാ, അങ്ങനെ ഒരു പ്രോബ്ലം ഇപ്പോൾ മുമ്പിലില്ലല്ലോ. ഉടനെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നാ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞിട്ട് നിനക്കെന്താ വിശ്വാസം വരാത്തേ? ശ്രീലക്ഷ്മി നീരസം പൂണ്ടു. അവർ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ അതിനുള്ള ഉത്തരം. ഓക്കെ, അവരോടങ്ങനെ മതി. ഇപ്പോൾ ഞങ്ങളോടൊരു മറുപടി പറ. 1 വർഷത്തിനകം മാരേജ് നടത്തണമെന്ന് അവർ പറഞ്ഞാൽ നീ എന്ത് നിലപാടെടുക്കും? അതെനിക്ക് സന്ദീപേട്ടനോട് കൂടി ആലോചിക്കണം. അല്ലിമ നഖം കടിച്ചു തുടങ്ങി. അവൻ മറുപക്ഷത്തുള്ള ആളാണ്. മറുപക്ഷം എന്ന് വെച്ചാൽ ശത്രുക്കളൊന്നുമല്ലല്ലോ അച്ഛാ. അവൻ ആദ്യമേ കല്യാണം ആലോചിച്ചു വന്നത് എന്തിനാ? നിന്നെ ഭാര്യയാക്കാൻ വേണ്ടി അല്ലേ? അതിൽ കൂടുതലൊന്നും നിന്റെ കാര്യത്തിൽ അവന് താല്പര്യമുണ്ടാവില്ല. നീ PGയുടെ ഫൈനൽ എക്സാം എഴുതുന്നതുവരെ ക്ഷമിക്കും. അല്ലാതെ നീ സിവിൽ സർവീസിന് പോകണമെന്നോ IASകാരിയായി വരണമെന്നോ അവന് താല്പര്യമുണ്ടാവില്ല. അതിനുവേണ്ടി അവൻ വെയിറ്റ് ചെയ്യുകയുമില്ല. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആ പ്രശ്നത്തിൽ തൊടാതെ അതൊരു കീറാമുട്ടി പോലെ മാറ്റി വെച്ചിരിക്കുകയാണ്. അതൊരു പരിഹാരമേ അല്ല. അല്ലിമ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ശ്രീലക്ഷ്മിക്ക് ചുണ്ടി കയറി. നീ എന്താടി മിണ്ടാതെ നിൽക്കുന്നേ? അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും. സന്ദീപേട്ടനുമായി സംസാരിക്കണം, അല്ലിമ ശാന്തതയോടെ പറഞ്ഞു. അവനാണോ നിന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നേ? അവൻ എന്നു വന്നവനാ? എവിടെന്ന് വന്നവനാ? നിന്നെ 21 വർഷം വേണ്ടതെല്ലാം തന്ന് വളർത്തിയെടുത്തവരുടെ വാക്കിനും തീരുമാനത്തിനും ഒരു വിലയില്ലേ? അമ്മി പ്ലീസ്, ഇങ്ങനെ കൂട്ടിക്കുഴയ്ക്കല്ലേ. ഇങ്ങനാണോ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നത്? പിന്നല്ലാതെ. ശ്രീലക്ഷ്മിക്ക് കലി വന്നു. ഒരുത്തനെ കണ്ടപ്പോഴേക്കും അവൾക്ക് ആരും വേണ്ടത്രേ. എൻ്റെ കല്യാണം കഴിയുമ്പോൾ നിങ്ങളിത് പറയുമോ? കല്യാണം കഴിഞ്ഞ് 3 ദിവസമാകുമ്പോഴേക്കും നിങ്ങളിങ്ങനെ കമ്പയർ ചെയ്യുമോ? നിനക്ക് 3 ദിവസം കൂടെ താമസിച്ചവനാണോടി വലുത്? അതോ 21 വർഷം വളർത്തിയ ഞങ്ങളാണോന്ന് ചോദിക്കുമോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഉടനെ ഭർത്താവിനെ വിട്ടിട്ട് നിങ്ങളുടെ കൂടെ പോരണോ? ഇവളെന്ത് പൊട്ടത്തരമായി പറയുന്നേ? ഏതെങ്കിലും അച്ഛനമ്മമാര് അങ്ങനെ പറയുമോ? കല്യാണം എന്ന് പറയുന്നത് ഒരു ബോണ്ടാണ്, സ്ട്രോങ് റിലേഷൻഷിപ്പാണ്. തമ്മിൽ ബന്ധിച്ചു കഴിഞ്ഞാൽ വേർപെടുത്താൻ ആർക്കും പറ്റില്ലേ?
അമ്മായിയമ്മ എല്ലാ ദിവസവും രാവിലെ എൻ്റെ ചെകിട്ടത്ത് 4 വീതം പൊട്ടിക്കും. അവർക്ക് അത് രസമാ. ഭർത്താവ് കൈയും കെട്ടി നോക്കി നിൽക്കും. അമ്മ തല്ലും, നീ കൊള്ളും. ഇതാണ് രീതി. ഞാൻ അവിടെ നിൽക്കണോ? അയാളെ ഇട്ടിട്ട് പോരണോ? അച്ഛനും അമ്മയും എന്തു പറയും? പോരാൻ പറയും അല്ലേ? അപ്പോൾ ബോണ്ട് എവിടെ പോയി? റിലേഷൻഷിപ്പ് എവിടെ പോയി? എന്താ അതിനർത്ഥം? നമുക്ക് ഇണങ്ങുന്നില്ലെങ്കിൽ ആരെ വേണമെങ്കിലും ഇട്ടിട്ട് പോകാം. ഇണങ്ങിയാലേ അത് നിലനിർത്താൻ വേണ്ടി രാജ്യാവകാശം പോലും ഉപേക്ഷിക്കും. കേട്ടോ പറയുന്നത്? ശ്രീലക്ഷ്മി ഭർത്താവിനെ നോക്കി. അവൾ എവിടെയൊക്കെയോ കാട് കയറി പോയിരിക്കുന്നു. നമ്മൾ എന്താ പറഞ്ഞത്? അവൾ എന്താണ് പറയുന്നത്? എന്ത് കഷ്ടമാണെന്ന് നോക്ക്. മോളെ, നീ അവനുമായിട്ട് സംസാരിക്ക്. എന്നിട്ട് നല്ല പോലെ ചിന്തിക്ക്. അച്ഛന് തോന്നുന്നുണ്ടോ ഞാനൊരു മോശം റിലേഷൻഷിപ്പിലാ ചെന്ന് പെട്ടതെന്ന്? അങ്ങനൊന്നുമില്ല. എനിക്ക് അവരുടെ കുടുംബത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. സുധാകരൻ നായരുടെ പെങ്ങളുടെ മകനല്ലേ? നല്ല ഫാമിലി ആയിരിക്കും. നമുക്കതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യം വന്നില്ല. ഞങ്ങൾക്ക് ആകെ കൂടി പറയാനുള്ളത്, നീ പാതി വഴിക്ക് നിൽക്കുക, എങ്ങോ എത്തിയിട്ടില്ല. അതിനിടയ്ക്ക് ഇതൊരു തടസ്സമാകരുതെന്ന് മാത്രമാ. അച്ഛാ, ഞങ്ങൾ അച്ഛൻ പറയുന്ന അല്ലിമ പറഞ്ഞു വന്നപ്പോഴേക്കും രാജഗോപാൽ ഇടയ്ക്ക് കയറി. മോളെ, പ്രേമിക്കുന്നവർക്ക് ഒരുപാട് ന്യായങ്ങൾ പറയാനുണ്ടാകും. അതെല്ലാം ആ അങ്കിളിലൂടെ നോക്കുമ്പോൾ ശരിയുമായിരിക്കും. നമ്മൾ തമ്മിൽ തർക്കമൊന്നുമില്ല. രാജഗോപാൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ലക്ഷ്മി നമുക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി അവൾ ബുദ്ധിയും യുക്തിയും അനുസരിച്ച് തീരുമാനമെടുക്കട്ടെ. അല്ല രാജേട്ടാ, നമ്മൾ പറയുന്നത് അനുസരിക്കാനുള്ള കടമയില്ലേ അവൾക്ക്? അതും അവൾ ആലോചിക്കട്ടെ. നീ വാ. ശ്രീലക്ഷ്മിക്ക് പോകാൻ മനസ്സിലായിരുന്നു. മകളെ കുറേ കൂടി ഗുണദോഷിക്കണമെന്നുണ്ട്, ശാസിക്കണമെന്നുണ്ട്. പക്ഷേ രാജഗോപാൽ മതിയാക്കിയ ശേഷം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ഭാഗം നാളെ.